കാന്തപുരം കണ്ടത് മോദിയെയല്ല ഡോവലിനെയാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഡോവലിനെ കണ്ടു കാന്തപുരം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം മോദിക്കൊപ്പം ഉണ്ടായിരുന്നത്, കാന്തപുരം കാണാൻ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നത് അജിത് ഡോവലാണ്. വലിയൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ കേരളത്തിലൊരു വലിയ മതാചാര്യൻ, അദ്ദേഹത്തിൻ്റെ മകൻ കൂടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ 2 ശിഷ്യന്മാർ കൂടെയുണ്ട് അല്ലേ. അതെ. പിന്നെ ഉള്ളത് പ്രധാനമന്ത്രിയോടൊപ്പം ഒന്നുകിൽ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവണമായിരുന്നു, ഇല്ലെങ്കിൽ ന്യൂനപക്ഷ കാര്യമന്ത്രിയായിട്ടുള്ള കിരൺ റിജിജു ഉണ്ടാവണമായിരുന്നു. ഇതൊന്നും ഉണ്ടായില്ല. പക്ഷെ അവിടെ ഉണ്ടായത് അജിത് ഡോവലാണ്. അജിത് ഡോവൽ എന്തിനാണ് കാന്തപുരം മോദിയെ കാണാൻ വന്നപ്പോൾ മോദിക്കൊപ്പം, കാന്തപുരത്തിനൊപ്പം നിന്നത്, സംസാരിച്ചത്? മോദിക്ക് അവരിങ്ങനെ നടന്നു വരുമ്പോൾ കണ്ട് സംസാരിക്കുന്നു. കാന്തപുരം എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളത് കൂടി ഒന്ന് ആലോചിക്കണം. കാന്തപുരം എന്ന് പറയുന്നത് കേരളത്തിലെ സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം എന്ന് പറഞ്ഞാൽ, സമസ്ത എന്ന് പറഞ്ഞാൽ കാന്തപുരം, കാന്തപുരം എന്ന് പറഞ്ഞാൽ സമസ്ത എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നതാണ്. അത് മാത്രവുമല്ല, ഇവിടെ ചില കാര്യങ്ങൾ കൂടി പ്രസക്തമായിട്ടുണ്ട്. സമസ്തയുടെ 100-ാം വാർഷികം കഴിഞ്ഞു, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമ്മേളനം കഴിഞ്ഞു, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ ഇവിടെ സമസ്ത പ്രമേയം പാസ്സാക്കിയത് എന്തായിരുന്നു? സമസ്ത പ്രമേയം പാസ്സാക്കിയതിലേറെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് മതരാഷ്ട്രവാദം തെറ്റാണ്, ജമാഅത്തെ ഇസ്ലാമി തെറ്റാണ്, ജമാഅത്തെ ഇസ്ലാമി പറയുന്ന മതരാഷ്ട്രവാദത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ കാന്തപുരം ചെന്ന് കാണുന്നത് മോദിയെയാണ്. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിനെ ചെന്ന് കാണുന്ന സമയത്ത്, അതായത് കാന്തപുരം ചെന്ന് കാണുന്ന സമയത്ത് കാന്തപുരത്തിൻ്റെ പ്രായം 94 വയസ്സുള്ള അദ്ദേഹം എന്തിനും നരേന്ദ്രമോദി കഴിഞ്ഞ തവണ ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ കണ്ടില്ലല്ലോ. തിരുവനന്തപുരത്ത് വന്നപ്പോൾ വേണമെങ്കിൽ മോദിജിയെ പോയിട്ട് കാണാമായിരുന്നു, കാന്തപുരത്തിന് കണ്ടില്ല. ഇനി മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായിട്ട് മോദിജി കേരളത്തിലേക്കൊക്കെ വരാനും സാധ്യതയുണ്ട്. പക്ഷേ അപ്പോൾ ഇലക്ഷനുമൊക്കെ അടുത്തിരിക്കുകയാണ്. പക്ഷെ അടിയന്തരമായിട്ട് ഈ അതീവമായ തണുപ്പുള്ള ഡൽഹിയിലേക്ക് പെട്ടെന്ന് ഫ്ലൈറ്റ് പിടിച്ച് വീൽ ചെയറിൽ യാത്ര ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ള നല്ല പ്രായമായ അദ്ദേഹം എന്തിനാണ് മോദിജിയെ പോയി കണ്ടത്? വലിയൊരു ചോദ്യമാണ്. അപ്പോൾ എന്തെങ്കിലും രഹസ്യം കൈമാറിയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ പോസ്റ്റുണ്ട്, കാന്തപുരത്തിൻ്റെ പോസ്റ്റുണ്ട്, അത് നീണ്ട ഒരു പോസ്റ്റാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. വിദ്യാഭ്യാസം, സാമ്പത്തികം, സാമൂഹികം, കേരളത്തിൻ്റെ സ്ഥിതികൾ, ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങൾ, ഇതൊക്കെയാണോ പറഞ്ഞത്? അതുമല്ല, ഈ ഒരു 10 മിനിറ്റിൽ ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിയുമോ? എന്നിട്ട് ഈ പറയുന്ന ആശംസയിൽ ഇതിൻ്റെ ആശംസകളല്ലേ? അതെ, റംസാന്റെ ആശംസകൾ നേർന്നു എന്ന് പറയുന്നു. റംസാൻ ആശംസയൊക്കെ നേരുന്നെങ്കിൽ എങ്ങനെയെന്നുള്ള ഒരു സംശയമുണ്ട്. ഇത്രയും കാര്യങ്ങൾ 10 മിനിറ്റിനകത്ത് പറഞ്ഞ് തീർത്ത് വരാൻ പറ്റും. അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെന്റും ഉണ്ട്. അതായത് മുസ്ലിമുകൾക്ക് ഇവിടെ ഇന്ത്യയിൽ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞു. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ്, മുസ്ലിം നേതാവ് പറയുന്നത് കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ഇവിടുത്തെ പ്രതിപക്ഷമൊക്കെ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ അയ്യോ മുസ്ലിങ്ങളെ, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു. എവിടെ വേട്ടയാടുന്നു? ഒരു വേട്ടയാടലും ഇല്ല. ഞങ്ങൾക്ക് ഇവിടെ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് 5 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. ആ 5 കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് അത് മാത്രം മതി. അവർക്കെന്താ സ്വർഗത്തിൽ പോകാനായിട്ട് മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഈ പറയുന്ന 5 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, മതം നിഷ്കർഷിക്കുന്ന 5 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും. അപ്പോൾ അത് ഇവിടെ ഉറപ്പാക്കപ്പെടുന്നുണ്ട്, അത് ചെയ്യാൻ കഴിയുന്നുണ്ട്, സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട്, ബിസിനസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, എല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അത് കാന്തപുരം കൃത്യമായിട്ട് മോദിജി എടുത്ത് പറയുകയും ചെയ്തു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മറ്റൊരു എന്തെങ്കിലും കാര്യം മോദിജിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ കാന്തപുരം? അതായത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കം, അങ്ങനെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് ഉയർന്ന വളരെ പ്രശ്നമുള്ള ആരോപണമായിരുന്നു ചേകന്നൂർ മൗലവിയുടെ വധം എന്ന് പറയാൻ കഴിയില്ല, അദ്ദേഹത്തിൻ്റെ തിരോധാനം. ഇതുവരെ എവിടെയാണ് എന്നുള്ളത് പോലും അറിയില്ല ആർക്കും. പല മുസ്ലിം ആൾക്കാരും പണ്ഡിതന്മാരും ഒക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ് കുഴിച്ചിട്ടതെന്നൊന്ന് പറയൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ വിവാദമായിട്ട് പല ദുരൂഹമായ തിയറികളും പറയുന്നുണ്ട്, പല കാര്യങ്ങൾ ആക്ഷേപങ്ങളും പറയുന്നുണ്ട്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ റൺവേക്കടിയിൽ മണ്ണ് കൊണ്ടുപോയ ലോറിയിലുണ്ടായിരുന്നു. ആ ലോറിയുടെ മണ്ണിനടിയിൽ, ഈ റൺവേക്കടിയിലാണ് പഴയ ദൃശ്യം മോഡലാണ്, ആലോചിച്ച് നോക്കി, ആ റൺവേക്കടിയിലാണ് ചേകന്നൂർ മൗലവിയെ കുഴിച്ചിട്ടത് എന്ന് പറയുന്ന ആരോപണങ്ങളുണ്ട്. ശരിയാണോ, എത്രത്തോളം ശരിയാണോ എന്നറിയില്ല. അതിനെപ്പറ്റി അന്വേഷണം നടന്നിട്ടില്ല. എത്രയോ വർഷമായി അദ്ദേഹത്തെ കാണാതായിട്ട്, 3 പതിറ്റാണ്ടാവുന്നു അല്ലേ? അപ്പോൾ അത്രയും വർഷമായി ചേകന്നൂർ മൗലവിയുടെ തിരോധാനം നടന്നിട്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നടന്ന ഒരു തിരോധാനത്തിൻ്റെയൊക്കെ കഥകളും
ചുറ്റും നിൽക്കുന്ന കാലം കൂടിയാണ് ഇത്. അതുകൊണ്ട് പണ്ടേ ഉണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മറക്കാത്ത കാര്യമാണ്. അപ്പോൾ ആ ഇതെല്ലാം പറഞ്ഞു വരുമ്പോഴാണ് ഒന്ന് ആലോചിക്കുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനായിട്ട് കാന്തപുരം ചെല്ലുന്നു. കാന്തപുരം ഏതാണ്ട് 10 മിനിറ്റോളം സംസാരിക്കുന്നു. 10 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് മോദിയോടൊപ്പം നടന്നാണ് തിരിച്ച് ആ ഹാളിൽ നിന്ന് അല്ലെങ്കിൽ ആ റൂമിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോയും കൂടെ ഉണ്ട്, കാന്തപുരത്തിൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ ചിത്രം. അവർ തമ്മിൽ ചിരകാല സുഹൃത്തുക്കളെ പോലെ നിൽക്കുകയാണ്. അത്രയേറെ ഗാഠമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൂടി അറിയാം. നേരത്തെ ചിലപ്പം ഫോണിലോ മറ്റോ ഒക്കെ ചിലപ്പോൾ ബന്ധപ്പെട്ടിരിക്കാം, പക്ഷേ അവർ തമ്മിൽ മുമ്പ് സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ളതുണ്ട്. ഇപ്പോൾ വലിയ സൗഹൃദമുള്ളവരെ പോലെയാണ്. പക്ഷേ മോദി അങ്ങനെ ഒരു ചാമിങ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ആരോടും പെട്ടെന്ന് അടുക്കുകയും സൗഹൃദത്തിലാവുകയൊക്കെ ചെയ്യുന്ന, ആരെയും സ്വാധീനിക്കുന്ന, ആർക്കും അദ്ദേഹത്തോട് ആകർഷണം തോന്നുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളത്. അപ്പോഴും ഈ 94 വയസ്സുള്ള വന്യവയോധികനായിട്ടുള്ള ഒരു സമുദായാചാര്യൻ പെട്ടെന്ന് മോദിയെ കാണാൻ വേണ്ടി പുറപ്പെടുന്നതിൻ്റെ ഒരു കാര്യം എന്താണ്? പലരും നിഗൂഢതയുണ്ട് അതിൽ. NSA ആണ് കൂടെ ഇരിക്കുന്ന, മന്ത്രിമാരാരുമല്ല, സ്ഥലത്തെ MP അല്ല, ഇവിടെ വേണമെങ്കിൽ ന്യൂനപക്ഷ ഇത് നോക്കുകയാണെങ്കിൽ ജോർജ് കുര്യൻ അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തെ പോലും കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതെ. അപ്പോൾ പക്ഷെ പകരം ഇരിക്കുന്ന ഇപ്പോൾ ആരുമില്ലായിരുന്നു, വേറെ ആരുമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മോദിജിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പിന്നെയും പോട്ടെന്ന് വയ്ക്കും. പക്ഷേ NSA അവിടെ ഉണ്ടായിരുന്നു. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവൽ ഇവിടെ ഇരിക്കുന്നു. അജിത് ഡോവൽ എന്താണ് അവരോടൊപ്പം സംസാരിച്ചത്? എന്താണ് അജിത് ഡോവൽ അവിടെ വരാനുള്ള പ്രാധാന്യം? അപ്പോൾ എന്തെങ്കിലും രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്തെങ്കിലും അവിടെ ചർച്ചയായോ? അതോ ഇനി കേരളത്തിനെ ലക്ഷ്യം വെച്ച്, ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥയെ ലക്ഷ്യം വെച്ച് മറ്റെന്തെങ്കിലും പിന്നണിയിൽ നടക്കുന്നുണ്ടോ? പറയാൻ പറ്റില്ല. ജമാഅത്തെ ഇസ്ലാമിയുള്ള കാര്യങ്ങളെ ഹൈജാക്ക് ചെയ്ത ആളുകൾ ഉള്ളതാണ് കേരളത്തിൽ. അത് മാത്രവുമല്ല, ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി ശക്തി പ്രാപിക്കുന്നു എന്നൊരു അപകട സന്ധി കേരളത്തിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ ചെയ്തത് എന്താണ്? ബംഗ്ലാദേശ് ഹിന്ദുക്കളെ പച്ചയ്ക്ക് കത്തിക്കുകയല്ലേ, കൊന്നു തള്ളുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്തത്. ഒരു മടിയുമില്ലാതെ എത്ര പേരെയാണ് ഇഷ്ടം പോലെ നിരവധി ആൾക്കാരെ, കുട്ട ബലാത്സംഗങ്ങൾ വരെ നടന്നു. റോഡിലൂടെ സ്ത്രീകൾക്ക് നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥ വരെ ഉണ്ടായി. അതായത് ഭർത്താവിനും അച്ഛനും ഒക്കെ ഒപ്പം നടന്നു പോകുന്ന സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ ചെയ്തതാണ്. അപ്പോൾ ഒരു അലാമിങ് സിറ്റുവേഷൻ, ഒരു അപകട സൂചന കേരളത്തിലുണ്ടോ എന്നുള്ളത് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. എന്തിനാണ് കാന്തപുരം മോദിജിയെ കണ്ടത്? തിടുക്കപ്പെട്ട്, വളരെ അത്യാവശ്യപ്പെട്ട് പെട്ടെന്ന് ഫ്ലൈറ്റിൽ കയറി അവിടെ പോയത്. രണ്ടാമത്തെ കാര്യം, ആ സമയത്ത് എന്തുകൊണ്ടാണ് അജിത് ഡോവൽ അവിടെ ഉണ്ടായിരുന്നത്? അജിത് ഡോവലിൻ്റെ സാന്നിധ്യം ഈ പറയുന്ന ഇതിലെ എന്തോ ഒരു ഗൗരവത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഗൗരവം നിസ്സാര കാര്യമല്ല. കേരളത്തിൻ്റെ സമാധാനത്തെ, രാജ്യത്തിൻ്റെ സുരക്ഷയടക്കം ബാധിക്കാവുന്ന എന്തോ ഒരു കാര്യം പങ്കുവച്ചിട്ടുണ്ടോ അവിടെ? അങ്ങനെ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? വളരെ ഗൗരവമായ, ഗുരുതരമായ ചില കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഇടക്കാണല്ലോ എത്ര NIA വന്ന് ഇവിടെ നിന്ന് PFIയുടെ ആളുകളെയൊക്കെ കൊണ്ടുപോയി, പിന്നെ രണ്ടാമത് 20ഓളം ഇടങ്ങളിലെ റെയ്ഡ് നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒക്കെ കാന്തപുരം ഈ പറയുന്ന തീവ്രവാദികളെ ഒന്നും അനുകൂലിക്കുന്ന ആൾക്കാരല്ല. കാന്തപുരം അല്ല, ഞാൻ പറയുകയാണ്, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങൾ അവിടെ മോദിജിയോടോ അല്ലെങ്കിൽ NSAയോടോ ഒക്കെ പറയാനുണ്ടായിരുന്നുവോ? അതെ, അതാണ് നമ്മൾ സംശയിക്കുന്ന ഒരു കാര്യം. ഈ പറയുന്ന കാന്തപുരത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത്, സമസ്തയുടെ നിലപാട് എന്ന് പറയുന്നത് ഈ പറയുന്ന മതരാഷ്ട്രവാദത്തെ അനുകൂലിക്കുന്നില്ല, ജമാഅത്തെ ഇസ്ലാമിയെ അനുകൂലിക്കുന്നില്ല. അവർ ജമാഅത്തെ ഇസ്ലാമിയെ മാറ്റി നിർത്തണം എന്ന് പറയുന്നവരാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അതിഗുരുതരമായിട്ടുള്ള ഒരു കാര്യം പങ്കുവച്ചിട്ടുണ്ട്. ഈ പറയുന്ന സമസ്തയുടെ ഇടപെടൽ വരുന്നു, ഈ മതരാഷ്ട്രവാദത്തിനെതിരായ നിലപാട് വരുന്നു. അതിന് തൊട്ട് പിന്നെ സമസ്ത വളരെ പുരോഗമിച്ച ഒരു വിഭാഗമാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുരോഗമിച്ച ഇസ്ലാമിലെ വിഭാഗം എന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് ഈ മതരാഷ്ട്രവാദത്തോടൊന്നും യോജിപ്പില്ല. ഈ മതരാഷ്ട്രവാദത്തെക്കുറിച്ച് കാരക്കുന്നു എന്ന് പറയുന്ന ഇവരുടെ മറ്റൊരു വിഭാഗത്തിന്റെ പണ്ഡിതൻ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ പറഞ്ഞ, മതരാഷ്ട്രവാദം ഇല്ലാതെ ഇസ്ലാമിനെ മുന്നോട്ട് പോകാൻ കഴിയില്ല പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയല്ലേ പറഞ്ഞത്? അപ്പോൾ ആ പറയുന്നതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഗൗരവതരമായ സാഹചര്യം ഇവിടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ചർച്ചയാവുന്നത്. നരേന്ദ്രമോദിയെ കാണുന്നു കാന്തപുരം, അതിന് പിന്നാലെ അതിനോടൊപ്പം ഇരിക്കുന്നത് NSA അജിത് ഡോവലാണ്. എന്തോ ഒന്ന്
സംതിങ് റോട്ടൺ ഇൻ ഡെൻമാർക്ക് എന്ന് പറയുന്ന പോലെ എന്തോ ഒന്ന് അതിന് പിന്നിലുണ്ട്, എന്തോ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അതെന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലത്ത് വെളിപ്പെടുമായിരിക്കും.